വനമന്ത്രി എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒപ്പം ഈ കോതമംഗലത്ത് ഭാഗത്ത് മുമ്പും പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. ഈ സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ആനയെ എങ്ങനെയാണ് അവിടുന്ന് മാറ്റാൻ ശ്രമം നടത്തുന്നത്? കോതമംഗലത്തെ ആനയെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് ആനയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ അവിടെ സംഘടിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വതന്ത്രമായി ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തും ചില ഡിമാൻഡുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രതി എന്നുള്ളതിൽ സംഭവ സ്ഥലത്തേക്ക് ADM പോയിട്ടുണ്ട്. അവിടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം ഇപ്പോ സംസ്ഥാന ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അവരാ നടപടികൾ നിർവഹിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം, ആനയെ രക്ഷിക്കുകയും വേണം. ഇതിനാവശ്യമായ സമവായത്തിന്റെ ഒരു മാർഗമാണ് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുക. മിനിസ്റ്റർ, വേഗത്തിൽ ഒരു കാര്യം കൂടി. മറ്റൊന്നുള്ളത്, ഈ നാട്ടുകാർ പറയുന്നത് ഈ ആന മുമ്പും അവിടെ ശല്യം ഉണ്ടാക്കിയിരുന്നതാണ്. ആനയെ അതുകൊണ്ട് അവിടെ നിന്നും ഈ കിണർ ഇടിച്ച് ആനയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ, മറിച്ച് അവിടുത്തെ MLA-യുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ജനപ്രതിനിധികളൊക്കെ ആലോചിച്ചിട്ടൊരു പരിഹാരം ജില്ലാ ഭരണകൂടം കാണും. ഓക്കെ, എന്തായാലും ഒരു സമവായത്തിലൂടെയല്ലേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി വേഗത്തിൽ, അതായത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ആന. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് യന്ത്രസാമഗ്രികളൊക്കെ എത്തിക്കുമ്പോൾ വലിയ കൃഷിനാശം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. അത് പരിഹരിക്കാനും ഇടപെടൽ ഉണ്ടാകുമായിരിക്കും അല്ലേ? അതാണല്ലോ നമുക്ക് അവിടെ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ കൂടി സഹകരിച്ചേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. എന്നാൽ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ടും പ്രയാസങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ അതൊരു പ്രതിഷേധമായി മാറുന്നുണ്ട്. പക്ഷെ നമുക്കത് ശാന്തമായ അന്തരീക്ഷത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുക. ഓക്കെ, എന്തായാലും അങ്ങയുടെ വലിയ ശ്രദ്ധ അതിലുണ്ട്. അദ്ദേഹം അങ്ങ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ, രാവിലെ മുതലേ ആ വിവരം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. യെസ്, എന്തായാലും വളരെ നന്ദി മന്ത്രി പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ ജനപ്രതിനിധികളടക്കം ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്ന കാര്യം.